അസറ്റിനെയും ലയബിലിറ്റിനെയും നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? ഇത് വിസിബിളാണ്, അസറ്റ് വിസിബിളാണ്, ബട്ട് ലയബിലിറ്റി ഇൻവിസിബിളാണ്. ഇൻവിസിബിളാണ്. ആരും കാണില്ല. എൻ്റെ കട പക്ഷെ ആര് കാണും? എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആൾക്ക് ഒരു 1 lakh കടമുണ്ട്, കൊടുത്തു തീർക്കണം. കടം കൊടുക്കാനുണ്ട്, ആള് പ്രഷർ ചെയ്യാം, 1 lakh തരണം വെച്ച് പ്രഷർ ചെയ്യാം. അപ്പോൾ ആളിങ്ങനെ നെട്ടോട്ട് ഓടുന്നിടയിൽ എന്നെ കണ്ടു. എന്നെ കണ്ടിട്ട് എന്നോടൊരു സജഷൻ ചോദിച്ചു. എനിക്കൊരു 1 lakh കൊടുക്കണം, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ EMI-ൽ ഒരു ഐഫോൺ വാങ്ങിക്കും. EMI-ൽ ഐഫോൺ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? നേരെ വാങ്ങിച്ച ഉടനെ കൊണ്ടുപോയി വിൽക്കും. 95,000 ചിലപ്പോൾ മേ ബി കിട്ടും. അതെ, ചിലപ്പോൾ 1,20,000 സാധനമാണെങ്കിൽ 1 ലക്ഷം കിട്ടിയേക്കാം. പ്രോബ്ലം സോൾവ് ചെയ്തു. പ്രോബ്ലം സോൾവ് ചെയ്തേ, ചെറിയൊരു പെയിൻ മാത്രമേ റിലീഫ് ആയിട്ടുള്ളൂ. അല്ല, ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു. ശരിക്കും ആളുടെ ലയബിലിറ്റി ആദ്യം എത്രയായിരുന്നു? 1 lakh ആയിരുന്നു. ഇപ്പൊ എത്രയായി? 1,20,000 ആവും മിക്കവാറും. 20 ആവും. ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. മറിച്ച് ഈ 1 lakh നമ്മൾ എങ്ങനെ തീർക്കണം? പക്ഷേ ഈ ലോൺ ഉണ്ടല്ലോ, നാളെ നമുക്ക് കൃത്യമായിട്ട് അടക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മൾ എന്തിനാണോ ഈ അസറ്റ് വാങ്ങിച്ചത്? എന്തിനാണ്? സന്തോഷത്തിന്. ഓഫ് കോഴ്സ്, അല്ലേ? ഒബ്വിയസ്ലി ഈ ലയബിലിറ്റി എന്ത് ചെയ്യും? ഈ സന്തോഷം നഷ്ടപ്പെടുത്തും. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. സാലിം മാഷുമായിട്ട് അങ്ങനെ നമ്മൾ ഓരോ എപ്പിസോഡിലും ഓരോ ഇൻഫർമേഷൻ നമ്മുടെ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്ന രൂപത്തിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, അത് മാത്രമല്ല IIM-ൽ ഒരുപാട് പ്രോഡക്റ്റ് നിങ്ങൾ ഇറക്കിയിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര പ്രോഡക്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്? എക്സാക്ട് കണക്ക് എനിക്ക് പറയാൻ പറ്റില്ല, എന്തായാലും 1000+ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആൻഡ് ICCS ഇറങ്ങിയിട്ടുണ്ട്, IIM-ൽ ഇറങ്ങിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ ആളുകൾക്ക് IIM-നെ കുറിച്ച് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വെബ്സൈറ്റും കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്കൊരു പരസ്യമാണ് ഞാൻ പറഞ്ഞപ്പോൾ. IIM-ലേക്ക് ആൾക്കാർ വരട്ടെ, കേട്ടോ, കമ്മീഷൻ തന്നെ. തീർച്ചയായും എല്ലാം ബിസിനസ്സാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരുപാട് ബാലൻസ് ഷീറ്റുകൾ മാഷ് കണ്ടിട്ടുണ്ട്, അല്ലേ? അസറ്റിനെയും ലയബിലിറ്റിനെയും നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. അസറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹവും അഭിലാഷവും അല്ല ചിന്തയൊക്കെയാണ് അസറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ അസറ്റ് ആൾക്കാരെല്ലാവരും കാണും. എല്ലാവരും കാണും. ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണൽ അസറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കാണും, വീടുണ്ടാക്കിയാൽ ആൾക്കാർ കാണും. അതുപോലെ എന്ത് അസറ്റ് ആയി കഴിഞ്ഞാലും ഈവൻ അതുപോലെ തന്നെയാണ് ബിസിനസ്സും. ബിസിനസ് നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് ഒരു വൈബ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസിന്റെ അസറ്റുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ആൾക്കാർ കാണും. ഇത് വിസിബിളാണ്, അസറ്റ് വിസിബിളാണ്, ബട്ട് ലയബിലിറ്റി ഇൻവിസിബിളാണ്. ആരും കാണില്ല. എൻ്റെ കട പക്ഷെ ആര് കാണും? ഞാൻ കാണും. ലയബിലിറ്റിയിലുള്ള ആൾക്കാർ കാണും. സോ എൻ്റെ ഒരു തോട്ട് ഇതാണ് എപ്പോഴും, create asset, not the liability. Create asset, yes. Not the liability. Asset create ചെയ്യുമ്പോൾ പാരലായിട്ട് നമ്മൾ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ it does not make any sense. ഉദാഹരണം പറയണേ, എനിക്ക് മനസ്സിലായ രൂപത്തിൽ എനിക്കൊരു കാറ് എന്നുള്ളത് എൻ്റെ അസറ്റും, കാറ് മേടിക്കാനായിട്ട് ലോൺ എടുത്തതിൻ്റെ ലയബിലിറ്റിയാണ്. കാർ എടുത്തതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ, ആ ഒരു നമ്മളുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, 2 ദിവസം കൊണ്ട് പോകും. 2 ദിവസം കൊണ്ട് പോകും. അബ്സല്യൂട്ട്ലി. പക്ഷേ ഈ ലോൺ ഉണ്ടല്ലോ, നാളെ നമുക്ക് കൃത്യമായിട്ട് അടക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മൾ എന്തിനാണോ ഈ അസറ്റ് വാങ്ങിച്ചത്? എന്തിനാണ്? സന്തോഷത്തിന്. ഓഫ് കോഴ്സ്, അല്ലേ? ഒബ്വിയസ്ലി ഈ ലയബിലിറ്റി എന്ത് ചെയ്യും? ഈ സന്തോഷം നഷ്ടപ്പെടുത്തും. EMI വിളിക്കല്ലേ, ഓരോ ആഴ്ച ഓരോ മാസം ആൾ വിളിക്കും, അതിൻ്റെ നെട്ടോട്ടം, നമ്മളുടെ വർക്ക് നടക്കില്ല, ഓപ്പറേഷൻ നടക്കില്ല. ഇതൊക്കെയാണ് പ്രോബ്ലംസ്. സോ എപ്പോഴും പറയാനുള്ളതെന്ന് വെച്ചാൽ അസറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ലയബിലിറ്റി ഇല്ലാതെ അസറ്റ് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. അതാണ് ശരിക്കും ഗ്രോത്ത്. അതായത് ലയബിലിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിനെസ് നഷ്ടപ്പെടും. കറക്റ്റ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അടിപൊളി. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആൾക്ക് ഒരു 1 lakh കടമുണ്ട്, കൊടുത്തു തീർക്കണം. കടം കൊടുക്കാനുണ്ട്, ആള് പ്രഷർ ചെയ്യാം, 1 lakh തരണം വെച്ച് പ്രഷർ ചെയ്യാം. അപ്പോൾ ആളിങ്ങനെ നെട്ടോട്ട് ഓടുന്നിടയിൽ എന്നെ കണ്ടു. എന്നെ കണ്ടിട്ട് എന്നോടൊരു സജഷൻ ചോദിച്ചു. എനിക്കൊരു 1 lakh കൊടുക്കണം, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ EMI-ൽ ഒരു ഐഫോൺ വാങ്ങിക്കും. എല്ലാവരും ചെയ്യണം മണ്ടത്തിലാണ് മാഷ് പറഞ്ഞത്. അടിപൊളി. EMI-ൽ ഐഫോൺ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? നേരെ വാങ്ങിച്ച ഉടനെ കൊണ്ടുപോയി വിൽക്കും. 95,000 ചിലപ്പോൾ മേ ബി കിട്ടും. അതെ, ചിലപ്പോൾ 1,20,000 സാധനമാണെങ്കിൽ 1 ലക്ഷം കിട്ടിയേക്കാം. പ്രോബ്ലം സോൾവ് ചെയ്തു. ചെറിയൊരു പെയിൻ മാത്രമേ റിലീഫ് ആയിട്ടുള്ളൂ. അല്ല, ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു.
ശരിക്കും ആളുടെ ലയബിലിറ്റി ആദ്യം എത്രയായിരുന്നു? 1 lakh 1 lakh ആയിരുന്നു. ഇപ്പോൾ എത്രയായി? 1,20,000 ആവും മിക്കവാറും. 20 ആവും. യെസ്. ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. മറിച്ച് ഈ 1 lakh നമ്മൾ എങ്ങനെ തീർക്കണം? ഒന്നെങ്കിൽ 1 lakh നമ്മൾ ഉണ്ടാക്കിയിട്ട് തീർക്കണം. കറക്റ്റ്. കഴിഞ്ഞാൽ നമ്മളൊരു ലയബിലിറ്റി തീർക്കുമ്പോൾ അസറ്റ് ഒഴിവാക്കിയിട്ടല്ല ലയബിലിറ്റി തീർക്കേണ്ടത്. ചില സമയത്ത് അങ്ങനെ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ ഡിഫറെൻറ്റ് ഡയമെൻഷനിൽ നമുക്ക് നോക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു ടേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അസറ്റ് എല്ലാവരും വിസിബിൾ ആണ്. അത് ഓർത്തിട്ട് നിങ്ങൾ ഒരുപാട് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ട, അസറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട. ഇൻസ്റ്റെഡ് നിങ്ങൾ കംഫർട്ടബിൾ ആണ്, ലയബിലിറ്റി ഇല്ലാണ്ട് തന്നെ അസറ്റൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ക്രിയേറ്റ് ഇറ്റ്, നോ പ്രോബ്ലം. ഒരു ലയബിലിറ്റി ഇല്ലാതെ ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമെന്ന് മാഷ് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. പക്ഷെ എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ മാത്രമാണോ? എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ഒരു ബുക്സിൽ ഇത് കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ മോഡേൺ ഫിനാൻസിൽ പഠിക്കുന്നത് ഡിലേ ദ പേയ്മെൻറ്റ് ചെറിയ കൊടുക്കാനുള്ളവർക്ക് മെല്ലെ കൊടുത്താൽ മതി. പൈസ ഹോൾഡ് ചെയ്ത് വെക്കുക. അതിങ്ങനെ ഓരോ സൈക്കിൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. അത് ഞാൻ ബുക്കിൽ പഠിച്ചതാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ദ പേയ്മെൻറ്റ് ഫാസ്റ്റ്. കൊടുക്കാനുള്ള പെട്ടെന്ന് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള പൈസ എന്ന് വെച്ചാൽ ഇറ്റ്സ് യുവർ ഓൺ. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇത് എൻ്റെ മാത്രം തോട്ടാണ്, ഒരിക്കലും നിങ്ങൾക്ക് ബുക്സിൽ വായിച്ച് കിട്ടില്ല. ഡിഫറെൻറ്റ് തോട്ട്സ് ആണ്. സോ ഞാൻ എപ്പോഴും എൻ്റെ ഒരു ക്ലയൻസിനോട് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ തന്നെ ബിസിനസ്സിൽ എടുക്കുന്നത് വെച്ചാൽ എന്ത് പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും സെറ്റ് ഇറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. പെട്ടെന്ന് അത് കൊടുത്തു തീർക്കുക, വളരെ പെട്ടെന്ന് കൊടുത്തു തീർക്കുക. എന്നിട്ട് എന്താ എല്ലാ ലയബിലിറ്റി തീർന്നു അവൻ്റെ ലയബിലിറ്റി തീർന്നു മാത്രമല്ല, ഈ ബാക്കിയുള്ള സാധനം ഉണ്ടല്ലോ അത് എൻ്റെ മാത്രമാണ്. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. മറിച്ച് നമ്മൾ പേയ്മെൻറ്റ് ഡിലേ ആക്കി ഒരുപാട് പൈസ ഹോൾഡ് ചെയ്തു, ചിലപ്പോൾ നമ്മൾ ആ പൈസ എന്ത് ചെയ്യും, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിച്ച് പോകും. ഈ കാശിന് വേണ്ടി എല്ലാവരും വിളിക്കുന്നു, അവന്റെ ഇമോഷൻ ഹേർട്ട് ചെയ്യുന്നു. കറക്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഹാപ്പിനെസ് മാത്രമല്ല നമ്മളുടെ ബിസിനസ്സിലേക്കുള്ള പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടും. നമ്മളുടെ തോട്ട്സ് എന്താവും, ഇതിനെ ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞല്ലോ, അതിൽ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ചിന്തകളും നമ്മളുടെ തോട്ട്സും മൊത്തം ഫണ്ടിന്റെ ബാക്കിലേക്കായിരിക്കും. സോ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അഗൈൻ ക്രിയേറ്റ് ദ അസറ്റ്സ്, നോട്ട് ദ ലയബിലിറ്റി. ഇനിയൊരു ഇപ്പം നമ്മൾ അസറ്റിനെയും ലയബിലിറ്റിയെ കുറിച്ച് ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരുപാട് തൗസൻഡ്സോളം പ്രോഡക്റ്റുകൾ നിങ്ങൾ ഇറക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റവും ഒരു ഹാപ്പിനെസ് കിട്ടിയ ഏത് മൊമെന്റിലാണ്? IIM പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് വന്ന് കെട്ടിപ്പിടിച്ചോ? തീർച്ചയായും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IIM ചെയ്യാൻ ഉദ്ദേശിക്കുക, എപ്പോഴും എൻ്റെ മനസ്സിലൊരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു കുട്ടി വന്നു കഴിഞ്ഞാലും അവൻ്റെ തോട്ട്സ് എന്ത് ചെയ്യണം, മാറണം. അവൻ്റെ ഉള്ളിലുള്ള എന്ത് ചെയ്യണം, പുറത്തേക്ക് വരണം. ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. സത്യത്തിൽ ഒരുപാട് സക്സസ് ആണ് അതിൽ കേട്ടോ. തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ലൈക്ക് ഒരുപാട് പഠിക്കാൻ കഴിയാത്ത കുട്ടികൾ, അല്ലെങ്കിൽ എന്താ പറയുക, പഠിക്കാൻ ബിലോ ആവറേജ് ആണ് തള്ളിപ്പോകുന്ന കുട്ടികൾ വരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതിന് ശേഷം ആകെ മാറിയത് പാരൻസ് പറഞ്ഞിട്ടുണ്ട്. മാറി പഠനത്തിൽ മാത്രമല്ല, കംപ്ലീറ്റ് തോട്ട് പ്രോസസ്സിലെ ആൾ മാറി. പാരൻസിനോടുള്ള അപ്രോച്ചിൽ, അതേപോലെ നാട്ടുകാരോടുള്ള അപ്രോച്ചിൽ. ഞാൻ പറഞ്ഞാൽ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ അതിന് നമുക്ക് തിരിച്ചു കിട്ടുന്ന സാധനം. ഓഫ് കോഴ്സ് നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ ഉണ്ട്, ഒരുപാട് ഫാക്കൽറ്റീസ്. അവരൊക്കെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും വാല്യൂസ് ആയിരിക്കും കൂടുതൽ പറയാം. അതുകൊണ്ട് തന്നെ വാല്യൂസിനെ കുറിച്ച് പറയുമ്പോഴല്ലോ, ഇത് ഒരു 360 ഡിഗ്രിയിലൊരു ചേഞ്ച് ആ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത്. എനിവേ, ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ ഒരു കോൺവൊക്കേഷൻ ഉണ്ടായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സായ കുട്ടികൾക്കുള്ള ഒരു അനുമോദന ചടങ്ങ്. ഇതിൽ ഒരു പയ്യൻ്റെ ഫാദർ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു, കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു. ആളെന്ന് പറഞ്ഞാൽ സാധാ ഒരു മത്സ്യം വിൽക്കുന്ന ആളാണ്, വീടുകളിൽ പോയിട്ട് മത്സ്യം വെക്കുന്ന ആളാണ്. ആളുടെ മകൻ +2 കഴിഞ്ഞ ഉടനെ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്തു, ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ജോയിൻ ചെയ്തു. എക്സാക്ട് 21.5-22 വയസ്സാകുമ്പോൾ ക്ലിയർ ചെയ്തു. ആ പയ്യൻ ക്ലിയർ ചെയ്തു. ആ പയ്യൻ ക്ലിയർ ചെയ്തതിൻ്റെ ആ സന്തോഷം ഉണ്ടല്ലോ, ആൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ കരച്ചിൽ എൻ്റെ കവിളിൽ തട്ടിയപ്പോൾ അതൊരു ഫീൽ ഉണ്ട്, ഡിഫറെൻറ്റ്. ഒരു ബിസിനസ്മാനേക്കാൾ ഉപരി നമ്മളൊരു അല്ലേ, നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ശരിക്കും എനിക്ക് തോന്നി ഇതാണ് എനിക്ക് കിട്ടുന്ന റിവാർഡ്. അതെ. പിന്നെയും പലപ്പോഴും കുട്ടികൾ ഈ പാസ്സായതിനു ശേഷം പറയും,
IAM നമ്മളുടെ ഇങ്ങനെ സഹായിച്ചു. IAM ആണ് എൻ്റെ സക്സസിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ സാലി സാറാണ് പുറകിൽ. സത്യം പേഴ്സണലി ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഈ പറയുന്ന ടെസ്റ്റിമോണിയൽസും അവരുടെ കമൻസ് ഉണ്ടല്ലോ. ഐ വാല്യൂ ഇറ്റ് മോർ. യെസ്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളിത് പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാനായിട്ട് ഇങ്ങനെ വെമ്പുന്നു. അപ്പോൾ ആ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളൊരു അധ്യാപകൻ കൂടെയാണ് അല്ലേ? ഇതൊരു ബിസിനസ്, IAM എന്ന് പറഞ്ഞൊരു ബിസിനസ്സിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്, ഒരു അധ്യാപകൻ കൂടെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. തീർച്ചയായും. നിങ്ങൾ കുട്ടികളോട് ഏത് തരത്തിലുള്ള അപ്രോച്ചാണ് എടുക്കുന്നത്? മിക്സഡ് അപ്രോച്ചാണ്. വെച്ചാൽ ഓരോ കുട്ടികൾക്കും അനുസരിച്ചിട്ടുള്ള അപ്രോച്ച് എന്ന് പറയാം. പഠിക്കാൻ പേടിയുള്ള കുട്ടികളുണ്ടാവും. ഇതെനിക്ക് പറ്റുമോ, ഇതെനിക്ക് പഠിച്ചാലാവോ, ബാക്കിയുള്ളവർക്ക് ഭയങ്കര സ്റ്റുഡൻസ് ഭയങ്കര പഠിത്തക്കാരാണല്ലോ. അങ്ങനെയുള്ളിടത്ത് നമ്മൾ അപ്രോച്ച് എന്ന് വെച്ചാൽ യെസ് യു ക്യാൻ ഡു. അവൻ്റെ പുറകിൽ എന്താ അപ്പോൾ തോളിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും, അവൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ആ ഒരു തട്ടൽ ശരിക്കും നമ്മളെ സമയത്തോളം ഒന്നും അല്ലായിരിക്കാം, പക്ഷെ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മനസ്സിലായി. ചിലപ്പം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഹൈപ്പർ ആക്റ്റീവ്, ഇവന് പഠനം ഒന്നും സംഭവമല്ല. അവൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ 1000 ചിന്തകൾ എന്താ പറയുക ബ്രെയിനിലൂടെ പോകുന്ന ആളായിരിക്കും. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് കൂടെയല്ല വേണ്ടത്, മറിച്ച് കറക്റ്റ് ഒരു പാത്ത്, ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് അവനെ നടക്കാൻ പ്രേരിപ്പിക്കും. അപ്പോൾ മിക്സഡ് ആണ്. നമുക്ക് എന്താ പറയുക, പാത്രം അറിഞ്ഞു വേണം വിദ്യ നൽകാൻ. എല്ലാവർക്കും ഒരുപോലെ വിളമ്പാൻ പറ്റില്ലല്ലോ. സോ ഒരു മിക്സഡ് അപ്രോച്ചാണ്. എനിവേ നമ്മളുടെ ഞാൻ ആദ്യം പറഞ്ഞില്ല, എപ്പോഴും വാല്യൂസ് തന്നെയാണ്. വെച്ചാൽ പഠനം കൊണ്ട് എല്ലാമായി എന്ന് വിശ്വസിക്കുന്നില്ല, മറിച്ച് ആ പഠനത്തോടൊപ്പം അവർക്ക് ഒരുപാട് മൂല്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദാറ്റ് മേക്സ് സെൻസ്. യെസ്. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.